ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 40ൻ്റെ റിവ്യൂ ആണ്. എല്ലാ ദിവസവും വൈകിട്ട് വന്ന് എന്തെങ്കിലും ഒഴിവ് പറയാനായിട്ടുള്ള നാണക്കേട് കാരണമാണ് ഇന്നലെ ഞാൻ മിണ്ടാതിരുന്നത്. മറ്റേ ക്രിഞ്ചൻ കുക്കിംഗ് വീഡിയോസ്, ഫിഷിംഗ് വീഡിയോസൊക്കെ ഇടുന്ന ആൾക്കാരുടെ ഡയലോഗിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഉടനെ ഇന്നലെ പണി കിട്ടിയായിരുന്നു. കമ്പ്യൂട്ടർ ഉടനെ ശരിയാക്കി ഇപ്പോഴാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇന്നലെ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഈ എപ്പിസോഡിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാനാണ്, ഒരു ടാസ്ക്, എന്തൊരു ടാസ്ക്. ആ നൂറയുടെ ഈ ഒരു ബുദ്ധി നിലവാരം കൃത്യമായിട്ട് അളക്കാനായിട്ട് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആ പുള്ളിക്കാരി അതിനെക്കുറിച്ചിട്ട് ഒന്നും ചിന്തിക്കുന്ന കൂടിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ആദില നൂറ 2 കണ്ടസ്റ്റൻ്റ് ആണ് എന്ന് പലതവണ ഇവർ ഓർമ്മിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ശരിക്കും നൂറയ്ക്ക് അത്യാവശ്യമുള്ള ബോധം പോലും ഉപയോഗിക്കാൻ പറ്റാത്തത് ആദിലയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. എത്രത്തോളം ശരിയാണെന്നുള്ളത് എനിക്കറിയില്ല. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പേടിയുണ്ട്. നൂറയ്ക്ക് വല്ലാത്തൊരു പേടിയുണ്ട്. ഞാൻ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ ആദില എന്ത് പറയും? ശരിയാണല്ലോ, അത് ചിലപ്പോൾ ന്യായമായിട്ട് നമുക്ക് സംശയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഭാര്യമാരുടെ മുമ്പിലും അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ മുമ്പിലൊക്കെയാണല്ലോ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേടി. ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഇരുന്ന് വീഡിയോ ചെയ്യില്ല, അവളെ ഞാൻ ഇവിടുന്ന് ഔട്ടടിക്കും. പേടിയാണ് എനിക്ക്. കാരണം ഇവരുടെ ക്രിറ്റിസിസം, ഇവരുടെ കളിയാക്കലുകളൊന്നും നമുക്ക് സഹിക്കാനായിട്ടുള്ള ശേഷി ഉണ്ടാവില്ല. അപ്പം ഭാര്യയുടെ മുമ്പിൽ നമ്മൾ ഒരു മിടുക്കനാണെന്നുള്ളത് ഭാവിക്കൂല പലപ്പോഴും ആളുകൾ. അതേപോലെ തന്നെ ഭാര്യമാരെങ്ങനെയാണ്, ഭർത്താക്കന്മാരുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് വണ്ടിയൊന്നും ഓടിക്കില്ല. കാരണം അവർക്ക് തെറ്റ് വരുമോ എന്നുള്ളൊരു പേടിയാണ്. അതുകൂടാതെ തെറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു നാണക്കേട് ഇദ്ദേഹത്തെ കാണിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇനി അങ്ങനെ ആ പങ്കാളികൾക്കിടയിലുള്ള പ്രശ്നമാണ് ഇവരുടെ ഗെയിമിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയില്ല. നൂറ ഒന്ന് ഇരുത്തി ചിന്തിച്ച് ഈ ഒരു ടാസ്കിനെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കി സ്വന്തം ബോധത്തിനനുസരിച്ചിട്ട് ചെയ്യാമായിരുന്നെന്നുണ്ടെങ്കിൽ ഇത്ര വലിയൊരു ദുരന്തത്തിൽ ഇത് കലാശിക്കത്തില്ലായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് കോയിൻ ഡിസ്ട്രിബ്യൂഷനൊക്കെ, അയ്യോ, അത് അറിഞ്ഞതിന് ശേഷവും എന്ത് മണ്ടത്തരാണ് കാണിച്ചത്. ബ്ലാക്ക് കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ കൈനീട്ടി വാങ്ങാൻ പറ്റുന്ന പൊസിഷനിലാണ് അഭിലാഷൊക്കെ വന്നത്. കയ്യിലുള്ളതങ്ങ് കൊടുത്തേക്കണം. ഇപ്പം നൂറയുടെ കയ്യിൽ 2 എണ്ണം ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരെണ്ണോടെ കൊടുക്കാമായിരുന്നു അവർക്ക് ആർക്കെങ്കിലുമൊക്കെ. അത് കൊടുത്തില്ല. അതൊക്കെ എന്ത് ഗെയിമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമ്മുടെ മസ്താനി, വേദലക്ഷ്മി, അനുമോള് എന്നിവരൊക്കെ ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുകയാണ്. എന്ത് കണ്ടന്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞ് പരക്കം പാഞ്ഞ് ഓടി നടന്ന് ആകെ മൊത്തത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. പിന്നെ ഈ അപ്പാനി ശരത്ത് പോയതുകൊണ്ട് കാര്യം അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നുണ്ടെങ്കിലും അക്ബറിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമൊക്കെ കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ആ ഒരു ടാസ്ക് വളരെ ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. കാര്യം വേദലക്ഷ്മി എനിക്ക് കണ്ടുകൂടാ, അവരുടെ രാഷ്ട്രീയമൊന്നും എനിക്ക് തീരെ പറ്റത്തില്ല എന്നുണ്ടെങ്കിലും അവർ ഗെയിമിനെ കുറച്ചൊക്കെ മനസ്സിലാക്കി കളിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ജിഷിൻ ആ ഒരു ആക്ടിവിറ്റിയിൽ നല്ല രീതിയിൽ പങ്കുകൊണ്ടു. അനീഷ് മറ്റേ സർക്കസ് ടാസ്കിൽ കാര്യമായിട്ട് എഫേർട്ട് ഇട്ടു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് വലിയ രസമൊന്നുമില്ലാത്ത ലൈവുകളായിരുന്നു ഈ ദിവസങ്ങളിലെന്ന് എനിക്ക് പേഴ്സണലി പറയാൻ തോന്നി. എപ്പിസോഡിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് വേദലക്ഷ്മിയുടെ ആ ഒരു ഒനിലിനെതിരെയുള്ള ആരോപണം, അതൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി പറ്റും? അവർ ഇത്തിരി റോങ് ചെങ്ങയാണ് കേട്ടോ. കാരണം ഒനിൽ വീണത് നമ്മളെ എപ്പിസോഡിൽ കാണിച്ചു. പിന്നെ ആ ടൈലിൻ്റെ പശയുടെ സ്പോൺസർ ടാസ്കിൽ ഒനിൽ വീഴുന്നത് ഇങ്ങനെ നമ്മൾ കണ്ടു. അപ്പോൾ ഒനിൽ അവരെ തൊടുന്നുണ്ട്, അത് നമ്മൾ കണ്ടു. അത് ഒരു മനുഷ്യനല്ലേ, അങ്ങനെ ചെയ്തതാണെന്ന് നമുക്ക് വിചാരിക്കാം. അല്ലാതെ പിന്നെ ഒരു വിഷ്വലും കൂടെ കണ്ട സമയത്ത് ഓക്കെ, ഒരു എക്സ്ട്രാ ടച്ചിങ് കൂടെ വന്നതുപോലെ നമുക്ക് തോന്നി. പക്ഷെ അത് ഒരു മിസ്ബിഹേവിയർ ആണ് എന്ന് പറയേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനി ബാക്കിയുള്ള ആളുകളോടാണ്. മസ്താനിക്ക് അങ്ങനെ തോന്നി. ആ ഒരു തോന്നലൊക്കെ ആർക്ക് വേണമെങ്കിലും തോന്നാം, കാലം ഇതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള തോന്നലൊന്നും ആർക്കും തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാനൊക്കെ പലപ്പോഴും ബസ്സിലേക്ക് പോകുന്ന സമയത്ത് പേടിച്ച് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി മാറി നിൽക്കും. ഇപ്പം മറ്റേ സ്ത്രീകളുമായിട്ടൊക്കെ സീറ്റ് ഷെയർ ചെയ്യാനായിട്ടുള്ള റിസ്ക് ഒന്നും നമ്മൾ എടുക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പെട്ടുപോയല്ലോ. അപ്പോൾ ഈ തോന്നൽ പുള്ളിക്കാരി ഷെയർ ചെയ്ത സമയത്ത് മറ്റേ പുള്ളിക്കാരി അതൊരു പ്രശ്നമായിട്ട് അവതരിപ്പിച്ചു. വേദലക്ഷ്മി ആ ഒരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് അവരിത്തിരി പക്വത കാണിക്കേണ്ടതല്ലേ. പക്ഷെ അവർ ആ ഒരു പക്വത കാണിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെ ആയതുകൊണ്ടാണ്. അവരൊരു തീവ്ര ഇൻസലാണ് എന്നുള്ളത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇൻസലുകൾക്ക് പൊതുവേ ഈ കമിതാക്കളെ ഇഷ്ടമില്ല, അല്ലെങ്കിൽ 2 ആളുകൾ ഇണ ചേരുന്നത് താല്പര്യമില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് ജെൻഡറിനോട് അവർക്ക് ദേഷ്യമാണ്. അവർക്ക് അവരെ മാത്രമേ ഇഷ്ടമുള്ളൂ. വേദലക്ഷ്മി അവിടെ ഒരാണ് അങ്ങനെ കാണിച്ചു, എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കലിപ്പിൻ്റെ പുറത്ത് ഇറക്കിയ പരിപാടിയാണ്. മസ്താനി അതിൽ നിന്ന് പിന്മാറിയാലും താൻ അതിൽ നിലനിൽക്കും, ഉറച്ചു നിൽക്കും എന്നൊക്കെ വേദലക്ഷ്മി പറയുന്നത് കേട്ടു. ഒനിൽ ആ ഒരു ആരോപണം കേട്ട സമയത്ത് ഒന്ന് പകച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നൂതില ചെരുപ്പ് ഫാക്ടറി. ഈ നൂതില ചെരുപ്പ് ഫാക്ടറിയെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞിരുന്നു. ആ ഒരു ഫാക്ടറി എന്താണ്, അതിലെ മുതലാളിയായിട്ടുള്ള നൂറയുടെ
ഒരു റോള് എന്നതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നു. നൂറയ്ക്ക് തൊഴിലാളികളെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ളത് എവിടെ നിന്നാണ് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ വേതനം കൊടുക്കുന്ന കാര്യത്തിലാണ് പാളിച്ചു പറ്റിയത്. ഈ ഗോൾഡ് കോയിൻ കൂടുതൽ കൊടുത്ത് അവരുടെ കണ്ണ് മഞ്ഞളിപ്പിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ വേറെ കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ നൂറ ഭയങ്കരമായിട്ടുള്ള ഷോ കാണിച്ചു. അങ്ങനെ ഷോ കാണിച്ചപ്പോഴത്തേന് ഇവർ വേറെ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ആദിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ഗ്രൂപ്പിൽ നൂറ ഓൾറെഡി ഈ ഗെയിമിലെ ടൈമിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചിട്ട് ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഗ്രൂപ്പിസം കളിക്കാനായിട്ട് പറ്റുന്ന ഒരു അവസരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഗ്രൂപ്പിസം കളിക്കാനായിട്ടുള്ള ഒരു എഫേർട്ട് നൂറ എടുത്തില്ല. കുറച്ച് ആളുകളെ പ്രത്യേക ഓഫറുകൾ കൊടുത്ത് കൂടെ നിർത്തുകയായിരുന്നു ചെയ്യേണ്ടത്. പക്ഷേ അവിടെ അക്ബറിൻ്റെ ഗെയിം സ്ട്രോങ് ആയതുകൊണ്ട് അത് എത്രത്തോളം വർക്കാവും എന്നുള്ളത് നമുക്കറിയില്ല. നൂർ അതിനുവേണ്ടി ശ്രമിച്ചു എന്നുണ്ടെങ്കിലും അതിനൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു എഫേർട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ വൈകാരികമായിട്ടാണ് നൂറ ഈ ഒരു ഗെയിമിനെ നോക്കി കണ്ടത്. ഇപ്പോൾ നൂറ എന്നെ കാണിച്ചു, നൂറെ തോപ്പിക്കാൻ വേണ്ടി എല്ലാവരും അവിടെ ഗെയിം കളിക്കുന്നു എന്നൊക്കെ ഇരുന്നങ്ങ് വിഷമം പറയാൻ തുടങ്ങി. അത് പേഴ്സണലിയാണ് പറഞ്ഞത്, ആദിലോടാണ് പറഞ്ഞത്. പക്ഷേ ആ ഒരു മൈൻഡ് സെറ്റോടെ ഗെയിമിനെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം കളിക്കാൻ പറ്റില്ല. ശരിക്കും ബാക്കിയുള്ള ആൾക്കാരും കളിക്കാനല്ല വന്നത്. അപ്പോൾ അക്ബറിൻ്റെ ഗെയിം കളിക്കണം, അതേപോലെ തന്നെ അഭിലാഷിൻ്റെ ഗെയിം കളിക്കണം, ലക്ഷ്മിയുടെ ഗെയിം കളിക്കണം. അപ്പോൾ അവർ ആ ഒരു ഗെയിമിൽ എല്ലാം ത്യജിച്ചിട്ട് ഒരാൾക്ക് വേണ്ടി നിൽക്കാനായിട്ട് പറ്റുമോ? പക്ഷേ ഈ സൂപ്പർ പവർ പോകും എന്നുള്ളതിനെക്കുറിച്ചിട്ട് അവർക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. നൂർക്ക് എന്തെങ്കിലും എക്സ്ട്രാ പവർ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഇവർ ആ ഒരു ഗെയിമിൽ നിന്ന് ഒന്ന് അകറ്റി നിർത്തിയത്. ഇന്ന് 2 ഓപ്ഷനാണ് ബിഗ് ബോസ് മുന്നോട്ടേക്ക് വെച്ചത്. 60 മിനിറ്റ് 2 മെഷീൻ 25 ജോഡി. സെക്കൻഡ് ഓപ്ഷൻ 90 മിനിറ്റ് 25 ജോഡി ചെരുപ്പ് 1 മെഷീൻ. ടോസ് ഇട്ടിട്ട് കിട്ടുന്നത് ഏതാണോ ആ ഒരു ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. തൊഴിലാളികളായിട്ട് ഒന്നിലുണ്ട്, അഭിലാഷുണ്ട്, ലക്ഷ്മിയുണ്ട്, മസ്താനിയുണ്ട്, ബിന്നിയുണ്ട്, ഷാനവാസുണ്ട്, ആദിലുണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പം ഈ അഭിലാഷും ലക്ഷ്മിയും നമ്മുടെ ഒനിലും എല്ലാവരും കൂടെ പ്ലാൻ ചെയ്യുകയാണ് എങ്ങനെ നമുക്കിത് മാനേജ് ചെയ്യാം. അവർ അക്ബറിനോടാണ് ആദ്യം ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഷാനവാസിനോട് പറയുന്നില്ല. 20 എണ്ണം ഉണ്ടാക്കിയാൽ മതി എന്നുള്ളതായിരുന്നു ആദ്യഘട്ട തീരുമാനം. പിന്നീട് അവർ പറയുന്നു അങ്ങനെ ചെയ്യേണ്ട, നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട സാധനമായിട്ടുള്ള വള്ളികൾ എടുത്തു മാറ്റാം. അതേപോലെ അക്ബറും ഒനിലും സംസാരിച്ച സമയത്ത് അവരെടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് ബ്ലാക്ക് കോയിൻ ഇല്ല, അതുകൊണ്ട് ആ ഒരു കാര്യവും സേഫാണ്. അപ്പോൾ യൂണിയൻ ലീഡറായിട്ടുള്ള അക്ബർ നൂറയോട് സംസാരിക്കുകയാണ്. അപ്പം ഇന്നലെ അവർ ഉന്നയിച്ച പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമെന്നുള്ളൊരു വാഗ്ദാനമൊക്കെ നൂറ കൊടുക്കുന്നുണ്ട്. ജിഷിൻ അസിസ്റ്റൻ്റായിട്ട് കൂടെയുണ്ട്, ആത്മാർത്ഥമായിട്ട് ജിഷിൻ്റെ പണികൾ ചെയ്യുന്നുണ്ട്. ഈ ദിവസങ്ങളിലാണ് ജിഷിൻ്റെ ഭാഗത്തുനിന്ന് വെറുപ്പിക്കലില്ലാതിരുന്നത്. കാരണം ജിഷിൻ ഒരു റോൾ കൊടുത്തു, ഒരു സൈഡിലിരുത്തി. അല്ല എന്നുണ്ടെങ്കിൽ ജിഷിൻ ചുമ്മാ കണ്ടന്റിന് വേണ്ടി ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലെടുപ്പിക്കുകയും അതിൻ്റെ ഇടയിൽ കയറി തെറി വിളിക്കുകയും വളരെ മോശമായിട്ട് പെരുമാറുകയും ആക്രോശിക്കുകയൊക്കെ ചെയ്തേനെ. പക്ഷേ ഇവിടെ ജിഷിനെ അസിസ്റ്റൻ്റായിട്ട് ഒരു പൊസിഷൻ കൊടുത്തവരടുത്ത് ബഹുമാനിച്ച് മാറ്റി നിർത്തിയതുകൊണ്ട് പുള്ളിക്കാരുടെ ഭാഗത്തുനിന്ന് വലിയ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ആ ഒരു ടാസ്ക് മനോഹരമായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമത്തിലായിരുന്നു. ഈ സെക്കൻഡ് ഓപ്ഷൻ കിട്ടി, സമയം 90 മിനിറ്റ് ഉണ്ട്. എന്നാലും ബിഗ് ബോസ് അവിടേക്ക് ഒരു പണി കൊടുത്തു, ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് അറേഞ്ച് ചെയ്തു. അതായത് ഈ സർക്കസുകാർ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, തൊഴിലാളികളല്ലാത്ത ആളുകൾ, ഇവരുടെ പണം പിന്നീട് ഈടാക്കാൻ വരുന്ന ആളുകൾ, കോയിൻ വാങ്ങാൻ വരുന്ന ആളുകൾ, അനുണ്ട്, അതേപോലെ തന്നെ ആര്യനുണ്ട്, ജിസേലുണ്ട്, അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ മാസ്റ്റേഴ്സായിട്ടുള്ള അനീഷ, സാബുമാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഈ ഒരു ഇൻഡസ്ട്രി ചെരുപ്പ് നിർമ്മാണ യൂണിറ്റ് വന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ അവർ വരുന്നതും അവരെ കൊണ്ടുവരുന്നതും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെ ഡിലേ ആക്കാൻ വേണ്ടിയാണ്. അത് ബിഗ് ബോസ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അത് കൂടാതെ അവരുടെ ഭാഗത്തുനിന്ന് ചില എഫേർട്ടുകളുണ്ട്. ഇപ്പം നിവിൻ എവിടെ വന്നാലും എന്തെങ്കിലും ഒരു പരിപാടി ഒപ്പിച്ചേക്കാം, എന്തെങ്കിലുമൊക്കെ ഗെയിം മാറുമോ എന്നറിയാൻ വേണ്ടി പുള്ളി ചില സാധനങ്ങളൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെക്കാറുണ്ട്. അപ്പം നിവിൻ ആ ഒരു സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്നുള്ള രീതിയിൽ ഇവർ നമ്മുടെ പണിക്കാർ, അക്ബറുടെ പണിക്കാർ ചില സാധനങ്ങൾ നിവിന് കൊടുത്തു വിടാനായിട്ട് ശ്രമിക്കുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ പല സാധനങ്ങളും ഈ അക്ബറിൻ്റെ തൊഴിലാളികൾ ഒളിപ്പിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പണി ഡിലേ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവർ പ്ലാൻ ചെയ്തു ഇത് പൂർത്തിയാക്കിക്കരുത് എന്നുള്ളത്. നൂറ് അറിയാതെ ഇത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു പ്ലാൻ. പക്ഷേ നൂറയ്ക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു പരിപാടി നടക്കുന്നതിനിടയിൽ പറയാനായിട്ട് പറ്റത്തുണ്ടായിരുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ട് ഇവർ പരിപാടി ഡിലേ ആക്കും. നൂറ് അവസാനം വരെ കാത്തിരുന്നു, പക്ഷേ ചതിയായിരുന്നു ബലം. ശരിക്കും ഈ ഷാനവാസും അനീഷും അവരൊരു ടോം ആൻഡ് ജെറി ഗെയിം കളിക്കുന്ന ആളുകളാണ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഇഷ്ടവും വലിയ ദേഷ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തെറിവിളിയൊക്കെ ഉണ്ട്. രസമാണ് ഈ രണ്ടാൾക്കാരുടെ ഒരു ബോണ്ട് കാണാൻ വേണ്ടി. ഈ രണ്ടാൾക്കാരും ഈ ടാസ്ക് ഒന്നും മനസ്സിലാക്കി പ്ലാൻ ചെയ്തൊന്നും കളിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളൊന്നുമല്ല. ഇവരെ കുറിച്ചിട്ട് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അനീഷാണെന്ന് പറഞ്ഞാലും എങ്ങനെ വർത്താനം പറഞ്ഞ് ക്യാമറ തന്നിലേക്ക് ആകർഷിക്കാം, ഷാനവാസ് ആണെങ്കിലും എങ്ങനെ ആറ്റിറ്റ്യൂഡ് കാണിച്ചിട്ട് ക്യാമറ തന്നിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അല്ലാതെ ഒരു ഗെയിമും ഒരു പ്ലാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ നൂതല ചെരുപ്പ് കമ്പനി ആണെങ്കിലും ഷാനവാസായിട്ട് നിന്നു. കാര്യം ഗ്രൂപ്പീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഷാനവാസായിട്ട് നിന്നിട്ടാണ് എല്ലാ ഗെയിമും കളിക്കുന്നത്. അനീഷും അങ്ങനെ തന്നെ. അനീഷിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. അത് ബിഗ് ബോസിനെ നോക്കുന്നില്ല,
ടാസ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജിയും പുള്ളി നോക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ സർക്കസ് കമ്പനിയിലെ ആളുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇൻഡസ്ട്രിയൽ വിസിറ്റ് മനോഹരമായിട്ട് നടത്താനും അവരെ ഉപദേശിക്കാനും ക്ലാസ് എടുക്കാനുമായിരുന്നു അനീഷ് സമയം കണ്ടെത്തിയത്. അതേപോലെ തന്നെ ഷാനവാസിന് അക്ബറിൻ്റെ ഒന്നും ഗെയിം മനസ്സിലായില്ല. അപ്പോൾ അക്ബറൊക്കെ പണി ഡിലേ ആക്കുന്നത് കണ്ട് അവരെ ചോദ്യം ചെയ്ത് അവിടെ ഒരു വിഷയം ഉണ്ടാക്കുന്നു. അവസാനം നൂറ പറ്റിക്കപ്പെട്ട സമയത്ത് ഷാനവാസ് പറ്റിക്കപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. എന്നാൽ ഷാനവാസ് വേറൊരു ഗെയിം ഇറക്കാനായിട്ട് ശ്രമിച്ചു. നൂറയുടെ കയ്യിൽ കുറച്ച് ഗോൾഡ് കോയിൻ ഉണ്ടല്ലോ, ഇവർക്കൊന്നും കൊടുക്കത്തില്ല എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ അത് വാങ്ങിയെടുക്കാനായിട്ടുള്ള ഒരു ശ്രമം അത് വിജയിക്കുകയും ചെയ്തു. പക്ഷേ അത് ലക്ഷറി ബഡ്ജറ്റുകൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. വേറെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്ന് കണ്ടറിയണം. കാരണം റെനയ്ക്ക് കാര്യമായിട്ടുള്ള കോയിനുകൾ കിട്ടിയിട്ടുണ്ട്. മിക്കവാറും ബിഗ് ബോസ് അവിടെ ഒരു ഗെയിം കളിക്കും, റെനയ്ക്ക് എന്തെങ്കിലും പവർ കൊടുക്കും, അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക, ആ കൊച്ചിന് എന്തെങ്കിലും പവർ കൊടുക്കുക, എന്തെങ്കിലും ഒരു ഗെയിമൊക്കെ മാറട്ടെ. അനുമോൾ ഇങ്ങനെ പരതി നടക്കുന്നതിനിടയിൽ അനുമോൾ അവസാനം കണ്ടെത്തി ഇന്നത്തെ കണ്ടന്റ് എങ്ങനെ ഒപ്പിക്കാം. അപ്പോൾ അനുമോൾ ഒരു ക്യാരറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കഴിക്കുന്നു. ചിലപ്പം കണ്ടന്റിന് വേണ്ടി ആയിരിക്കില്ല, അല്ലെങ്കിൽ ആയിരിക്കാം. എന്താണെങ്കിലും അനുമോൾ ബാക്കിയുള്ള ആളുകളൊക്കെ കാണിച്ചത് കഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് അതിൽ ഡൗട്ട് തോന്നി. അപ്പം ഇതിനകത്ത് വേറൊരു വിഷയം കൂടെ ഉണ്ട്. ഈ കിച്ചണിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് പല ആളുകൾക്കും പല ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അക്ബറൊക്കെ ഭയങ്കര വിഷയമാക്കുന്നുണ്ട് അനുവിൻ്റെ ക്യാരറ്റ് പരിപാടി. പ്രവീൺ പറയുന്നുണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത്. പക്ഷേ ഗിസേലിന് ഇപ്പോഴും കിച്ചണിൽ നല്ല ആക്സസ് ഉണ്ട്, ഇന്നലെ നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ പല അവസരങ്ങളിലും അത് ചെയ്യുന്നുണ്ട്. അത് ഇന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അക്ബറിന് പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ഇതിനിടയിൽ നമ്മൾ കോമഡി ആയിട്ട് കണ്ട വേറൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആര്യനും അനീഷും തമ്മിലുള്ള ഒരലമ്പാണ്. അത് ആദ്യമായിട്ട് അനീഷിൻ്റെ ഭാഗത്തു നിന്ന് മോശമായിട്ടുള്ള ഒരു പരാമർശം വന്നു. അത് ഇത്തിരി മോശമായിട്ടുള്ളൊരു പരാമർശം തന്നെയാണ്. കാരണം വീട്ടുകാരെ പോയി പറയാൻ പറഞ്ഞു. എന്തോ കുണാപ്പൻ എന്നും കണ്ടാണ് ആര്യൻ വിളിച്ചത്. അഭ്യസ്തവിദ്യനല്ലല്ലോ, വിദ്യാഭ്യാസം ഇല്ലാത്തവൻ. അത് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. ക്രാപ്പൻ എന്നുള്ളത് കൃത്യമായിട്ട് ആര്യൻ വിളിച്ചില്ല. അപ്പോൾ അനീഷ് പറയുന്നു നീ ക്രാപ്പൻ എന്ന് വിളിച്ചു എന്നുള്ളത്. അപ്പോൾ ആര്യൻ സമ്മതിക്കുന്നില്ല. കാരണം കൊണാപ്പൻ എന്നുള്ള ആളെ വിളിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുമാതിരി കളികളൊക്കെയാണ് ഇവരുടെ കളികൾ. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. വീട്ടിൽ പോയി പറയാൻ ഈ കൊണാപ്പൻ എന്ന് വിളിച്ചപ്പോൾ വീട്ടിലുള്ളവരെ വിളിക്കാൻ അനീഷ് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആര്യൻ കുറച്ചും കൂടെ മിടുക്കനാണല്ലോ, ബോധമില്ലാത്തവനാണല്ലോ. അപ്പം ആര്യൻ പറയുന്നു പിതാമഹനെ സ്മരിക്കാൻ. പച്ചനെ വിളിച്ച പോലെ ആയല്ലോ. പിന്നെ അവിടെ ഒരു അങ്കലാപ്പ്. കാരണം ആരുടെ ഭാഗത്ത് നിൽക്കണം? പിതാമഹനെ സ്മരിക്കുക എന്ന് പറഞ്ഞ് ആര്യനൊപ്പം നിൽക്കണോ? വീട്ടുകാരെ പറയുക എന്ന് സിമ്പിളായി പറഞ്ഞ് അനീഷിനൊപ്പം നിൽക്കണോ? അപ്പം അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അച്ഛനെ വിളിക്കുക എന്നുള്ളതിനാണോ ഗ്രാവിറ്റി കൂടുതൽ? വീട്ടിലുള്ള എല്ലാ ആളുകളും ഇൻക്ലൂഡിങ് അച്ഛൻ, മുത്തച്ഛൻ, മുത്തശ്ശി, അമ്മ എല്ലാവരെയും വിളിക്കുന്നതാണോ ഗ്രാവിറ്റി കൂടുതലുള്ളത് എന്നുള്ളതായിരുന്നു പിന്നീടുള്ളൊരു സംശയം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്നാണ് വിചാരിക്കുന്നത്, ആര്യൻ ആഴ്ക്കപ്പയിൽ അവൻ അച്ഛനെ വിളിച്ചിരിക്കുന്നത്. വീട്ടുകാരോട് പറയാൻ വേണ്ടി പറഞ്ഞത് ഓക്കെ, വീട്ടിൽ നിന്ന് പഠിച്ച സംസ്കാരമാണല്ലോ, അങ്ങനെയാണ്. ആക്ച്വലി വീട്ടിലുള്ള എല്ലാ ആൾക്കാരും വിളിച്ചു നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാമല്ലോ. എന്തൊക്കെയാണെങ്കിലും നമ്മുടെയൊക്കെ ഉള്ളിലുള്ള പുരുഷ കേന്ദ്രീകൃത ഒരു ചിന്താഗതിയിൽ നമുക്ക് അച്ഛനെ വിളിച്ചതിനാണ് ഗ്രാവിറ്റി കൂടുതലായിട്ട് കൺസിഡർ ചെയ്യപ്പെടുക. എന്താണെങ്കിലും രണ്ടുപേരും അവിടെ ബാലൻസ് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇതിനുശേഷം കോയിൻ കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കളി തോറ്റാലും പവർ പോയാലും കോയിനൊക്കെ ആളുകൾക്ക് കൊടുക്കാമെന്നുള്ളതാണ് ബിഗ് ബോസ് നോറയോട് പറയുന്നത്. നോറ അങ്ങനെ 4 ഗോൾഡ് കോയിൻ ഷാനവാസിന് കൊടുക്കുന്നു. ബാക്കി ആളുകൾക്കൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഷാനവാസ് മറ്റേ ഡയലോഗൊക്കെ വിടുകയാണ്, ഞാൻ എൻ്റെ കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കും, പക്ഷേ ഞാൻ എൻ്റെ തൊഴിലാളി നേതാവിനോടൊപ്പം നിൽക്കുകയും സമരം ചെയ്യുകയും ചെയ്തിട്ടുമുണ്ട്. അപ്പോഴത്തേന് അഭിലാഷ് അത് പൊളിച്ചടിക്ക് കൈ കൊടുക്കുന്നു. ഇതിപ്പോൾ ഒരു ഗെയിമാണ്, കോയിൻ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഗെയിമാണെന്നൊക്കെ പറയുന്നു. ബ്ലാക്ക് കോയിൻ ഉണ്ടെന്ന് ഓർത്തിട്ടല്ലേ നിങ്ങൾ ഇവിടെ കിടന്നിട്ട് പണിയെടുത്തതെന്നൊക്കെ അവർ ആരോപിക്കുന്നു. ഏതായാലും ജിഷിന് 2 ഗോൾഡ് കിട്ടുന്നുണ്ട്, നമ്മുടെ ബിന്നിക്ക് ഗോൾഡ് കിട്ടുന്നുണ്ട്, അഭിലാഷിന് 1 ഗോൾഡ് കിട്ടുന്നുണ്ട്, ആദിലേക്ക് 2 ഗോൾഡ് കിട്ടുന്നുണ്ട്. അതിനുശേഷം ബിഗ് ബോസ് ഇവരോട് പറയാത്ത ഒരു രഹസ്യം പറയാൻ പറയുന്നു. ഇപ്പം നോറ ആ ഒരു പവർ പോയതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നു. അക്ബർ പറയുന്നു അതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായൊന്നുമില്ല, അതൊക്കെ വേറെ കാര്യം, മനസ്സിലായത് വേറെ എന്തൊക്കെയാണ്. ഏതായാലും നോറ അവിടെ കുറേ നേരം ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അക്ബറിനെ കുറ്റം പറയുന്നു, അവരുടെ മോശമായിട്ടുള്ള പ്രവൃത്തികളെ കുറ്റം പറയുന്നു. ഇതിനുശേഷം ബ്ലാക്ക് കോയിൻ കയ്യിലുള്ള ആളുകളെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ്. അക്ബർ 1, അഭിലാഷ് 2, നൂറ 2. ഇതിൽ ഒരാളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഏറ്റവും കൂടുതലുള്ള ഒരാളെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വിടാം. നൂറയുടെ ഇമ്മ്യൂണിറ്റിയും അതോടെ നഷ്ടപ്പെടും. എല്ലാ ആളുകളും സ്വാഭാവികമായിട്ടും നൂറയെ സെലക്ട് ചെയ്യുന്നു. പിന്നീട് ഒരു കിച്ചൺ ഫൈറ്റ്. വലിയ രസമൊന്നുമില്ല. ഈ ഭക്ഷണത്തിൻ്റെ കണക്ക് പറയുന്ന അത്ര രസകരമായിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു സംഗതിയൊന്നുമല്ലല്ലോ. ഈ പ്രവീണാണ് കിച്ചണൊക്കെ ഇപ്പോൾ മാനേജ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ടുള്ള സാധനങ്ങൾ കൊഴിഞ്ഞു പോക്കുണ്ട്, മോഷണം പോക്കുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ പരിപാടികളുണ്ട്. അതിൽ നെവിൻ്റെ പരിപാടിയാണ് രസം. ഇൻസ്റ്റൻ്റായിട്ട് ചില സാധനങ്ങൾ ഉണ്ടാക്കി പെട്ടെന്ന് നിങ്ങൾ കഴിക്കാനായിട്ടുള്ള ഒരു സ്കില്ല് പുള്ളിക്കുണ്ട്. പുള്ളി ഒരു പ്രൊഫഷണലായിട്ടുള്ള കിച്ചൺ തട്ടിപ്പുകാരനാണെന്ന് എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് മാവ് എടുത്തിട്ട് കുക്കീസ് ഉണ്ടാക്കുന്നു, അത് ആളുകൾക്ക് കൊടുക്കുന്നു. വെരി ഈസി ആയിട്ടാണ് പുള്ളി ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാം ഒരു കലാകാരൻ്റെ കലാവൈഭവത്തോടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് അനുമോള് വരുന്നു, ചോറെടുക്കുന്നു, കറിയിൽ കണക്ക് പറയുന്നു പ്രവീൺ,
ഒരിത്തിരി ചെറിയൊരു പാത്രത്തിലാണ് ചോറെടുക്കുന്നത്. ശരിക്കും ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് വിശന്നിട്ട് എടുത്താണെങ്കിൽ പോലും ഈ പ്രവീണും ബാക്കിയുള്ള ആളുകളൊക്കെ ഇതിനെ ഒരു കണ്ടന്റ് മേക്കിംഗ് ആയിട്ട് നോക്കി കാണും. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് വലിയ സഹതാപ മനസാക്ഷിയൊന്നുമില്ല. അതിനുശേഷം റെന വന്നിട്ട് ഇവർ കുക്ക് ചെയ്ത് കഴിക്കുന്നത് കാണുന്നു. അങ്ങനെ മൊത്തത്തിലൊരു പ്രശ്നം. മാവിൻ്റെ പൊടി അവിടെ കിടക്കുന്നത് കാണുന്നു. അപ്പോൾ അത് പിടിക്കപ്പെടുന്നു. ഈ കൊതമ്പ് മാവിനൊക്കെ ഇത്രയധികം കണക്കുണ്ടല്ലേ ബിഗ് ബോസ് ഹൗസിൽ. അപ്പോൾ അത് ഒരു പ്രശ്നമായിട്ട് അവിടെ ഉണ്ടാവുന്നു. ഇതിന് ശേഷം നിവിൻ അനിമോൾക്കെതിരെ പറയുന്നതാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അനിമോളുടെ കൂടെ ചേർന്നിട്ട് പോകാനായിട്ട് ശ്രമിച്ചു എന്നുണ്ടെങ്കിലും പിന്നീട് തനിക്ക് പറ്റുന്ന കമ്പനിയല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം നിവിൻ കടുത്ത ഭാഷയിലാണ് അനിമോളെ കുറ്റം പറയുന്നത്. വിഷകന്യകെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നീട് നൂതില ചപ്പൽസിൻ്റെ ഒരു ടാസ്ക്കാണ് ടെലിവിഷൻ ആഡ് ഉണ്ടാക്കണം. നൂതില ചപ്പൽസിന് വേണ്ടി ഒരു ടെലിവിഷൻ ആഡ് ഉണ്ടാക്കണം. ഹൃദയത്തിൽ തൊടുന്ന തരത്തിലേക്കുള്ളൊരു കോൺസെപ്റ്റാണ് അവർ എക്സിക്യൂട്ട് ചെയ്തത്. റെന അനീഷ് അച്ഛനും മകളുമായിട്ടാണ്. തനിക്ക് ഒരു ചെരുപ്പ് പോലും വാങ്ങിച്ചു തരാൻ കഴിവില്ലാത്ത ഒരച്ഛൻ്റെ ഒരവസ്ഥയിൽ വേദനയുമായിട്ട് പോകുന്ന വഴിക്ക് സ്കൂളിൽ വെച്ചിട്ട് ബുള്ളിങ് നേരിടുന്നു. പ്രവീണും അനുവാണ് ബുള്ളി ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്നത്. അവിടേക്ക് സ്നേഹനിധിയായിട്ടുള്ള ടീച്ചർ ജിസേൽ വരുന്നു. അപ്പോൾ ജിസേൽ പറയുന്നു ചെരുപ്പൊന്നും ഇപ്പോൾ പണ്ടത്തേതുപോലെ വിലയുള്ളതല്ല, സൂപ്പർ ഹീറോസിനെ വിളിക്കുന്നു. അങ്ങനെ സൂപ്പർ ഹീറോസ് വരികയാണ്. സൂപ്പർ ഹീറോസിൻ്റെ ഒഫീഷ്യൽ വസ്ത്രം അണ്ടർവെയർ ആയതുകൊണ്ട് അതിട്ടുകൊണ്ടാണ് പല ആളുകളും വരുന്നത്. അണ്ടർവെയർ മുകളിലിട്ടിട്ട് സാബുമാൻ വരുന്നു. അണ്ടർവെയർ മാത്രം ഇട്ടിട്ട് നെവിൻ വരുന്നു. രസകരമായിട്ട് അവർ ആ ഒരു പരിപാടി ചെയ്തു. ഇതിനുശേഷം കോയിൻ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ അഭിലാഷ് വന്നിട്ട് റെനയ്ക്ക് ഒരു കോയിൻ കൊടുക്കുന്നുണ്ട്. ജിഷിൻ വന്നിട്ട് ജിസേലിനും റെനയ്ക്കും ഓരോ കോയിൻ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ബിന്നി റെനയ്ക്കും ആദില റെനയ്ക്കും കോയിൻ കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷമാണ് നമ്മുടെ ടൈലിൻ്റെ ടാസ്ക്. ടൈലിൻ്റെ ടാസ്കിലാണ് വിജയികളെ പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മുടെ ഉന്നിൽ ഉരുണ്ട് പടച്ച് വീഴാൻ തുടങ്ങുകയും അത് ഒരു സ്ത്രീ പീഡനത്തിലേക്കും അതിക്രമത്തിലേക്കും പോവണ വക്കിലേക്ക് വരെ എത്തിയതും. അതിലും അതൊക്കെ ജസ്റ്റ് മിസ്ഡ് എന്നേ പറയാനായിട്ടുള്ളൂ. ഇപ്പം ബിഗ് ബോസിലേക്ക് പോലും പോകാനായിട്ട് ആണുങ്ങൾക്ക് പേടിച്ചിട്ട് ആഗ്രഹിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നാട് മൊത്തം അറിയുന്ന രീതിയിലേക്കുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വരും. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ ക്യാമറയിൽ വിഷ്വൽ കാണിച്ചിട്ട് വീക്കെൻഡിൽ ലാലേട്ടൻ അനൗൺസ് ചെയ്യുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്യുകയോ ഇല്ലെന്നേ. ഇതൊന്നും അവർ ടച്ച് ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല. ഇതിനുശേഷം എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ആ ഒരു ഒനിലിൻ്റെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനാണ്. ഹൗസിലുള്ള എല്ലാ ആൾക്കാരും ഒനിലിനൊപ്പമാണ്. വേദലക്ഷ്മി ഒറ്റപ്പെട്ടു പോയി. മസ്താനി പതുക്കെ അതിൽ നിന്ന് വലിയാൻ ശ്രമിക്കുകയാണ്. നെഗറ്റീവ് ആകുമെന്ന നല്ല പേടിയുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ അനുഭവം മസ്താനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോൾ മസ്താനി ബിഗ് ബോസിൻ്റെ ക്യാമറയിൽ വന്നിട്ട് ഇങ്ങനെ അപേക്ഷിക്കുകയാണ്, ഈ ഒരു കണ്ടൻറ്റ് പുറത്ത് വിടരുതേ പ്ലീസ്. ഇപ്പോൾ ബിഗ് ബോസ് മറ്റേ ദശമൂലം ദാമുവിനെ പോലെ ഇല്ല, ആരോടും പറയില്ല, ആർക്കും കാണിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞ് നമ്മളിത് കൃത്യമായി കാണിച്ചു തന്നിട്ടുണ്ട്. ഇതുണ്ടായിരുന്നതുകൊണ്ട് ഇന്ന് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ നമ്മൾ ഈ നൂതിലെ ചെരുപ്പ് കമ്പനിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട വന്നതിനെ അതിനകത്താണെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. നൂറയുടെ ഒരു വിഡിതരങ്ങൾ അല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. വിഡിത്തരമൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ പോയാലും ഇതൊക്കെ തന്നെ കാണിക്കത്തുള്ളൂ. പിന്നെ ഇവിടെ ഇരുന്നിങ്ങനെ പറയുന്ന സമയത്ത് നമുക്കിങ്ങനെ മറ്റേ ഫുട്ബോൾ കളിയുടെ സ്റ്റേഡിയത്തിൽ ഗ്യാലറിയിൽ ഇരുന്നിട്ട് ചില ചേട്ടന്മാർ പറയുന്ന ആ ഒരു അനുഭവം കിട്ടും, ആ ഒരു സുഖം കിട്ടും. അടി നായൻ്റെ മോനെ ഗോളെന്ന് പറയുന്ന പോലെ. നമുക്ക് ഈ കളി വിട്ട് അറിയത്തുണ്ടാവില്ല, നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് പോയിട്ടുണ്ടാവില്ല. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ അവന്മാരെല്ലാം കൂടെ ചവിട്ടി ഓടിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് ഉറപ്പുണ്ടെങ്കിലും നമ്മളിങ്ങനെ ഗാലറി ഇരുന്നിട്ട് പറയും അടി നായൻ്റെ മോനെ ഗോളെന്ന്. അമ്മാതിരി ഒരു മൈൻഡ് സെറ്റിൽ ഇരുന്ന് പറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങളിതൊന്നും സീരിയസ് ആയിട്ട് എടുക്കരുത്. നന്ദി.